വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഡൽഹിയിൽ 27 വർഷത്തിന് ശേഷമാണ് BJP ഭരണം പിടിക്കുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും അടുതെറ്റിച്ച് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP വിജയം. 27 വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ BJP അധികാരത്തിലെത്തുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ന്യൂസ് കൊടുത്തിട്ടുള്ളത്. കേരള ശാസ്ത്ര പുരസ്കാരം സോമനാഥന്. കേരള ശാസ്ത്ര പുരസ്കാരം കിട്ടിയത് സോമനാഥനാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ S. സോമനാഥന് നൽകുമെന്ന് ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. സമയവും വേദിയും പിന്നീട് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കരുത്തുറ്റ പാസ്പോർട്ട്, ഇന്ത്യയുടെ സ്ഥാനം 80. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളുടെ സ്വാധീനം വ്യക്തമാക്കുന്ന ഹെൻലി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 കഴിഞ്ഞ വർഷം അത് 82 പാസ്പോർട്ട് ഉടമകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വ്യക്തമാക്കുന്ന സൂചികയാണിത്. പാസ്പോർട്ട് ഉടമയ്ക്ക് വിസ രഹിത പ്രവേശനം സാധ്യമാക്കുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് പ്രധാന മാനദണ്ഡം. IATA അഥവാ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അതോറിറ്റി നൽകുന്ന വിവരങ്ങളനുസരിച്ചാണ് സൂചിക തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളയാൾക്ക് 56 രാജ്യങ്ങളിലേക്ക് വിസ കൂടാതെ പ്രവേശനം ലഭിക്കും. അപ്പോൾ ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഒക്കെ എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സിംഗപ്പൂരാണ് ഒന്നാമത്, പിന്നിൽ അഫ്ഗാനാണ്. അപ്പോൾ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന റെക്കോർഡ് സിംഗപ്പൂർ നിലനിർത്തി 197 ഇടങ്ങളിലേക്ക് വിസയില്ലാതെ പോകാം. ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളാണ് രണ്ടാം സ്ഥാനത്ത്. 190 രാജ്യങ്ങളിലേക്ക് ഈ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസയില്ലാതെ പ്രവേശനമുണ്ട്. ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ്, ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് മൂന്നാം സ്ഥാനത്ത്. അവിടെ 189 രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും. UAE 10ാം സ്ഥാനത്താണ്, 185 രാജ്യങ്ങളിലേക്ക് പോകാം. ഏറ്റവും താഴെ അഫ്ഗാനിസ്ഥാനാണ്. 25 ഇടങ്ങളിലേക്ക് മാത്രമാണ് ഇവർക്ക് വിസയില്ലാതെ പോകാവുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ ഇപ്പോൾ 80. കേരളത്തെ കാർബൺ ന്യൂട്രലാക്കുമെന്ന് മുഖ്യമന്ത്രി. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ ആക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ കഴിയും വിധമുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 37ാം കേരള ശാസ്ത്ര കോൺഗ്രസ് വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പം ഇവിടെ നമുക്ക് വേറൊരു ഫാക്റ്റും കൂടി കിട്ടുന്നുണ്ട്. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ഏതാണ്? വെള്ളാനിക്കര കാർഷിക സർവകലാശാല, തൃശ്ശൂരാണ്. ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്നലെ 1 സ്വർണവും 7 വെങ്കലവും ലഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ പേയ്മെൻറ്റുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് എന്ത് പറയുന്നു? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു. അതായത് ഈ ഒരു പുതിയ നടപടി അതിർത്തി കടന്നുള്ള കാർഡ് നോട്ട് പ്രസൻറ്റ് CNP കാർഡ് നോട്ട് പ്രസൻറ്റ് ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അഡീഷണൽ ഫാക്ടർ ഓഫ് ഒത്തൻറ്റിക്കേഷൻ അവതരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര ഡിജിറ്റലായിട്ടാണ്. അപ്പം ഇതാണൊരു റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫാക്റ്റാണിത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ നയമാറ്റം പ്രഖ്യാപിച്ചു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബിയിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നോൺ ബാങ്ക് ബ്രോക്കർമാർക്ക് ഇപ്പോൾ നെഗോഷിയേറ്റഡ് ഡീലിംഗ് സിസ്റ്റം ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനം ലഭിക്കും. റിട്ടേൺ വർദ്ധിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നോൺ ബാങ്ക് ബ്രോക്കർമാർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇപ്പോൾ നെഗോഷിയേറ്റഡ് ഡീലിംഗ് സിസ്റ്റം ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനം ലഭിക്കുന്നുണ്ട്. ലിംഗ അസന്തുലിതാവസ്ഥയെ ചെറുക്കുന്നതിനും കുട്ടികളുടെ ലിംഗാനുപാതം മെച്ചപ്പെടുത്തുന്നതിനുമായി ഇന്ത്യയിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ആരംഭിച്ചു. പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനും ശൈശവ വിവാഹം തടയുന്നതിനുമായി ഒഡീഷ ഈ പദ്ധതിക്ക് കീഴിൽ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ സംരംഭങ്ങൾ ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 25 ബേസിക് പോയിന്റ് കുറച്ച് 6.25% തീരുമാനം. ധനനയത്തിൽ മാറ്റം വരുത്തി. ഏകദേശം 5 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇത് കുറക്കുന്നത്. അപ്പോൾ സാമ്പത്തിക മേഖലയെ കുറച്ചുകൂടി ഉത്തേജിപ്പിക്കുക എന്നാണ് ഈ നീക്കം. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കറണ്ട് അഫെയർ ആണ്. റിസർവ് ബാങ്കിൻ്റെ റിപ്പോ റേറ്റ് ഇപ്പോൾ എത്രയാണ്? 6.25 ആണ്. ഈ റേറ്റൊക്കെ ചോദിക്കാറുണ്ട്. റിപ്പോ റേറ്റ് 6.25. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ പരിഹരിക്കുന്നതിനായി RBI എന്ത് ചെയ്യുന്നു? bank.in ഇൻ്റർനെറ്റ് ഡൊമെയിൻ അവതരിപ്പിച്ചു. പുതുതായി നിയമിതനായ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അപ്പോൾ RBIയുടെ പുതിയ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അടുത്തിടെ നടന്നൊരു ധന നയ സമിതി യോഗത്തിലാണ് ഈ ഒരു സംരംഭം
പ്രഖ്യാപിച്ചത് എന്താണ്? bank.in ഇൻ്റർനെറ്റ് ഡൊമെയിൻ അവതരിപ്പിച്ചു. അപ്പോൾ RBI റിലേറ്റ് ചെയ്ത് എന്താണ് ഇപ്പോൾ പറഞ്ഞത്? റിസർവ് ബാങ്കിൻ്റെ റിപ്പോ റേറ്റ് 6.25 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തിടെ നയമാറ്റം പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നോൺ ബാങ്ക് ബ്രോക്കർമാർക്ക് എന്ത് ചെയ്യാം? നെഗോഷിയേറ്റ് ഡീലിംഗ് സിസ്റ്റം ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശനം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അതുപോലെ RBI ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നമ്മുടെ ഓൺലൈൻ പേയ്മെൻറ്റ്സിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാർഡ് നോട്ട് പ്രസൻറ്റ് ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പം ഇതൊക്കെ RBIയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫയേഴ്സാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭയാണ് പുതിയ ആദായ നികുതി ബില്ലിന് അംഗീകാരം നൽകിയത്. 1961 ആദായ നികുതി നിയമത്തിന് പകരമായിട്ട് ഈ ഒരു ബില്ല് വരുന്നു. അപ്പോൾ ഈ ഒരു ബില്ല് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നിയമമാകുമ്പോഴേ അത് നമുക്ക് പഠിക്കാനായിട്ട് കൂടുതലായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഒരു ബില്ലായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 1961 ആദായ നികുതി നിയമത്തിന് പകരമായിട്ട്. വരാനിരിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 2025 ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ പദ്ധതി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതൊക്കെ ചോദിക്കും കേട്ടോ. 2025 ബജറ്റിലെ പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ ഒന്ന് എടുത്ത് പഠിക്കുക. ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ എന്താണ്? ഇന്ത്യയിലെ സ്വയം സഹായ ഗ്രൂപ്പുകൾക്ക്, അതായത് SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനും ഗ്രാമീണ വനിതാ സംരംഭകർക്കും സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ സ്വയം സഹായ ഗ്രൂപ്പുകൾക്കും ഗ്രാമീണ വനിതാ സംരംഭകർക്കും സാമ്പത്തിക ഉൾപ്പെടുത്തൽ വർദ്ധിപ്പിക്കുക. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2025 സ്വാവലംബിനി വനിതാ സംരംഭകത്വ പരിപാടി ആരംഭിച്ചു. അപ്പോൾ സ്വാവലംബിനി വനിതാ സംരംഭകത്വം എന്താണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനാണ്. സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായി 9 കോളേജുകളിലും സർവകലാശാലകളിലും ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പരിപാടിയുടെ അവലോകനം ഒരു സംരംഭകനെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സ്വാവലംബിനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതിനെ പറ്റി പഠിക്കുക. സ്വാവലംബിനി എന്ന് പറഞ്ഞാൽ എന്താണ്? വനിതാ സംരംഭകം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ്. സ്കിൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ നൈപുണ്യ സംരംഭങ്ങൾ പുനഃക്രമീകരിച്ചു. രാജ്യത്തുടനീളം തൊഴിൽ പരിശീലനം വർദ്ധിപ്പിക്കുന്നതിനുള്ള 3 പ്രധാന പദ്ധതികൾ സംയോജിപ്പിക്കുന്ന ഈ നീക്കം നഗരപ്രദേശങ്ങൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്കിൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിലാണ് ഒരു നൈപുണ്യ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.